ഇത് ഒരു വലിയ സിനിമയുടെ ഭാഗമാണെങ്കിൽ കുറച്ചുകൂടെ വലിയ താരങ്ങൾ അഭിനയിച്ചിട്ട് കുറച്ചുകൂടി ഇത് ശ്രദ്ധിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് അവതരിപ്പിച്ച ക്യാരക്ടർ മലയാളത്തിലെ അല്ലെങ്കിൽ മറ്റു തെന്നിന്ത്യൻ സിനിമയിലേക്ക് ആളുകൾക്ക് വന്നിട്ട് വേറെ പക്ഷേ ആ മുമ്പ് പറഞ്ഞ പരിമിതി നമ്മുടെ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നതാണ് ഒരു കിഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കിഴിക്കകത്തൊന്നും ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു ഒരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം 1000 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ഇവർക്ക് ഇത്രയും ഫെസിലിറ്റി ഒരുക്കുക സെറ്റിൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളൊരു ചോദ്യം വരും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് ആരാണ് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ പരിഹാരങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ പോളിസി മേക്കേഴ്സ് തയ്യാറാണോ? ഇതിനകത്ത് ആൺ പെൺ മാത്രം എന്തിന് ഹൈലൈറ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാണ് ഞങ്ങൾക്ക് 3 പേർക്ക് കിട്ടുന്ന പ്രതിഫലം ആയിരിക്കില്ല ഒരു സൂപ്പർ സ്റ്റാറിന്. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആണാണ്, ഞങ്ങളും ആണാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതേ പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ചെയ്യാൻ പോകുന്നത് ഇതാണ് എൻ്റെ സംശയം. അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തുള്ള മസാലകൾ അന്വേഷിക്കലും ഈ അങ്ങനെയൊക്കെയുള്ള ചില രീതിയിലേക്ക് ഈ പല ആളുകളും പല ചാനലുകളും അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതാണ് മുമ്പ് അണ്ണം പറഞ്ഞത്. ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു പക്ഷം പടങ്ങും, ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷം പടങ്ങും. അതിലെവിടേക്കോ ശരി കുറെ തെറ്റുകളുണ്ട്. അത് പറയാൻ ഞങ്ങൾ ഇപ്പൊ പ്രാപ്തരല്ല എന്നുള്ളത്. നമുക്ക് ഞങ്ങളുടെ ശരിയാണ്, ഞങ്ങൾ പരിമിതമായ അറിവിലുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഞാൻ പെടത്തില്ല. ഞാനുമില്ല. നീ നിന്റെ കാര്യം പറഞ്ഞാൽ അടിയിലിട്ട് ഞാൻ പെടത്തില്ല. ഇപ്പം പല സിനിമകളും മൗത്ത് പബ്ലിസിറ്റി വഴി ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പം ആവാസവ്യൂഹം സിനിമ എടുത്തു കഴിഞ്ഞാലും അത് ഫെസ്റ്റിവൽസിൽ വന്നു, അവിടെ നിന്ന് ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു. അങ്ങനെ ഒരുപാട് ഇപ്പം തിങ്കളാഴ്ച നിശ്ചയം അങ്ങനെയുള്ള സിനിമകളൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി കയറിപ്പോയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ സിനിമയുടെയും ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോണ്ടന്റ് വെച്ചിട്ടാണല്ലോ ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇപ്പം ഒരു കാര്യമുണ്ട്, ഈ ചെറിയ പടങ്ങൾ ഇപ്പോൾ ഒരുപാട് ചെറിയ പടങ്ങളുണ്ട്. ഇതിനകത്ത് ബാഹുബലി പോലെ അല്ല അതുപോലുള്ള പടങ്ങളുമായിട്ട് ഇതിനെ പെട്ടെന്ന് അത് ചെറിയ പടം എന്ത് ചെറിയ പടം എനിക്ക് മനസ്സിലാകുന്നില്ലേ. ഇപ്പം ഈ സിനിമയ്ക്ക് ഇത്ര പൈസ മതി, ബാഹുബലിക്ക് എത്ര പൈസ വേണം. അപ്പോൾ അതിന് വലിയ പടം ഒരിക്കലും അങ്ങനെ ചെറുതും വലുതും കാണാതെ അതിൻ്റെ കഷ്ടപ്പാടല്ലേ അത്. ആ കഷ്ടപ്പാടിനെ എന്താ ചുരുക്കി കാണുന്നത്. അപ്പം അത് വലിയ സിനിമകൾക്കിടയിൽ പെട്ടുപോകുന്ന ചില ചെറിയ സിനിമകൾ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ കാണാതെ പോകരുതേ എന്നുള്ളതാണ് എനിക്ക്. കാണാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ല സമയങ്ങളിൽ ഒരു ശാല സമയത്തിന് വേണ്ടി മാറ്റി. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള 100% അല്ലേ പ്രതിബദ്ധതയുള്ള സിനിമയാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, അഹങ്കരിക്കുന്നു. അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞ് ഇപ്പൊ സിനിമ കണ്ടിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് അങ്ങനൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ കണ്ടിട്ട് ഒന്ന് ചിന്തിക്കാം. അല്ല, പല രീതിയിൽ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ഒരാളെങ്കിലും മാറിയാൽ അത് മാറണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവരിത് കഴിഞ്ഞ് നേരെ പോയിട്ട് അടുത്തൊരു ആക്ഷൻ പടം ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് അതിന്റെ രീതിയിലായിരിക്കും പോയി കിടന്ന് ഉറങ്ങുന്നത്. ഒരു മാറണമെന്നില്ല, ഒന്ന് ചിന്തിക്കുക. അത്ര ആ സമയത്ത് ശരിയാണല്ലോ എന്ന് നമുക്ക് ആ 2 മണിക്കൂർ ഇത് ശരിയാണല്ലോ ഇവർ പറയുന്നതെന്ന് തോന്നിയാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് മറ്റു സ്റ്റേറ്റുകൾ നോക്കി ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരാൻ തുടങ്ങി, ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഇന്ന് ശരിക്കും വേണ്ടുന്ന ഒരു പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ തുടക്കം എന്ന രീതിയിലൊക്കെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചില സത്യങ്ങളെ വിളിച്ച് പറയാനുണ്ടേ, ആരുടെ ഒരുത്തരെങ്കിലും ഇരുട്ടത്തൊന്നും വിളിച്ച് പറയണ്ടേ, ഇതോ ശരിയാടാന്ന് പറയണ്ടേ, ഇങ്ങനല്ലടാ ചെയ്യരുത് എന്നൊക്കെ പറയുന്നില്ലേ. അല്ലാതെ പാത്രത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെക്കുന്നതല്ലല്ലോ. കാണുമ്പോൾ പറയണല്ലേ എന്നെ അതാണ് എന്നെ ചോദിക്കും. രാജേഷേട്ടൻ കുറേ സമയമായിട്ട് എന്ത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ അതേ ഉള്ളൂ. അതെ, നമ്മള് ഈ ചുരുളെന്ന് പറയുന്ന ഒരു സിനിമ, അരുണെന്ന് പറയുന്ന ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം ഒരുപാട് വലിയ സ്വപ്നമാണ് കണ്ടത്. അത് വളരെ പരിമിതമാക്കി ചെറുതാക്കി ഒന്നും തന്നെ എടുത്തു മാറ്റാനില്ലാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ക്രൂവിലുണ്ടായിരുന്ന ആളുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ DOP ആയിട്ടുണ്ടായിരുന്ന പ്രവീൺ ചക്രപാണി, അതുപോലെ മോഹനേട്ടനെ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, സുരേഷ് മിത്രകരി, പിന്നെ അതുപോലെ സഹീർ അലി, ഇവരൊക്കെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വലിയ സബ്ജക്റ്റ് ഏറ്റവും നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ടെടുത്ത എഫേർട്ട്
ഇത് നമ്മൾ കണ്ടിരുന്നു, ആക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ കാണുകയാണ് ഇത്. അപ്പോൾ അതിന് ഏറ്റവും മികച്ച റിസൾട്ട് ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ, ഡിമാൻഡ് ചെയ്ത് ചെയ്തിട്ടുള്ള സിനിമ. അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതായിരിക്കും ഞങ്ങൾക്ക്. ഞങ്ങളൊക്കെ അഭിനയിച്ചു എന്നൊരു തെറ്റേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. സിനിമ നല്ല തെറ്റല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളെയൊക്കെ വെച്ച് ചെയ്തു എന്നുള്ളത് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് സിനിമയ്ക്ക് ജീവൻ കൊടുക്കും. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഇത് ഒരു വലിയ സിനിമയുടെ ഭാഗമാണ്. കുറച്ചുകൂടെ വലിയ താരങ്ങൾ അഭിനയിച്ചിട്ട് കുറച്ചുകൂടി ഇത് ശ്രദ്ധിക്കപ്പെട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾക്ക് അവതരിപ്പിച്ച ക്യാരക്ടർ മലയാളത്തിലെ അല്ലെങ്കിൽ മറ്റു തെന്നിന്ത്യൻ സിനിമയിലേക്ക് ആളുകൾക്ക് വന്നിട്ട് വേറെ. പക്ഷേ ആ മുമ്പ് പറഞ്ഞ പരിമിതി നമ്മുടെ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നതാ, ഒരു കിഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കിഴിക്കകത്തൊന്നും ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലൊതുങ്ങുന്ന ഞങ്ങളെയൊക്കെയാണ് വിളിച്ചത്. അല്ല, ഞാൻ ഇതിൽ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന ആളാണ്. വേറൊരു ആക്ടർ ചെയ്യേണ്ടിയിരുന്നായിരുന്നു. എനിക്കൊന്നൊരു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ച് കഥ പറയുകയും ഞാൻ തിരക്കഥ വായിക്കുക അങ്ങനെ ചെയ്തതാണ്. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ വലിയ ആളുകളായിരുന്നു കുറച്ചുകൂടെ. ഞാനത് മനസ്സിലായി. ഈ പടത്തിനൊക്കെ പകരം വേറെ വലിയ കുറച്ചുകൂടെ താരാമൂല്യമുള്ള ആളുകളായിരുന്നെങ്കിൽ ഇതിന് ഈ അല്ലേ ഈ ഇരിപ്പായിരിക്കില്ല, കുറച്ചുകൂടെ വിശാലവും ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട പോലെ. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ആ ചെറിയ രീതിയിൽ ഇതൊരു വലിയ സിനിമയാക്കാൻ ഇത് ഞങ്ങളുടെ ഭാഗമില്ല അല്ലേ. അത് നമുക്ക് പ്രേക്ഷകരാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് തരുന്നത്. 30-ാം തീയതി പ്രേക്ഷകർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഇത് കാണുക എന്നുള്ളത്, അല്ലെങ്കിൽ OTT വന്നിട്ട് കാണാം, അതൊന്നുമില്ല. തിയേറ്ററിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് ഈ സിനിമയ്ക്ക് ശരിക്കും അതിൻ്റെ ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും അല്ല. അല്ലേ, നേരത്തെ പറഞ്ഞതുപോലെ പ്രേക്ഷകന് കൃത്യമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലേ. പോയി കണ്ട് വിലയിരുത്തുക എന്ന് പറയുന്ന ഇതുണ്ട്. ആക്ടേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്, ഡയറക്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്, സിനിമയ്ക്ക് മൊത്തത്തിൽ സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നത് പോലെ സിനിമയോട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 30-ാം തീയതി ചുരുളെന്ന് പറയുന്ന സിനിമ വരിക, പോയി കാണുക, ഞങ്ങളെ വിലയിരുത്തുക, ഈ വിഷയം വിലയിരുത്തുക. വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെയും ഒരു സിനിമ വിജയിക്കും എന്നുള്ള എൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വാഴ എന്ന സിനിമ റിലീസ് ചെയ്ത് കണ്ടിരുന്നോ? സിനിമ കണ്ടില്ല, ആരും കണ്ടില്ല. പക്ഷെ അതിന്റെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ല അതിലെല്ലാം. ഷോ എത്ര മണിക്കായിരുന്നു? അല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതിനകത്ത്, അമിത് എന്ന് പറഞ്ഞിട്ട്, പുള്ളി പുരുഷപ്രായത്തിലുണ്ടായിരുന്നു. അമിത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഇതില് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ അങ്ങോട്ട് അമിത്തിന്റെ അടുത്തോട്ടാ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെയും ഒരു സിനിമ വിജയിക്കും എന്നുള്ളതിന്റെ അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മൾ സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ സിനിമ മാത്രമേ ഉള്ളൂ, അതിന്റെ വലിപ്പം ഒരു പ്രശ്നമല്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കയറും. അതിപ്പോൾ 1 കോടിക്ക് ഉണ്ടാക്കിയോ 100 കോടിക്ക് ഉണ്ടാക്കിയോ 1000 കോടിക്ക് ഉണ്ടാക്കിയോ എന്നുള്ള പ്രശ്നമല്ല. അതെല്ലാം പ്രീ റിലീസ് ഹൈപ്പുകളാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 1000 കോടിയുടെ സിനിമ കൊള്ളത്തില്ലെങ്കിൽ ആൾ കയറില്ല. പക്ഷേ 1000 കോടിയുടെ ആയതുകൊണ്ട് അത്രയും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതിനൊരു ഒരു സെറ്റ് ബിസിനസ് ഉണ്ടാവും, അത് നടക്കും. അല്ലാണ്ട് ഇപ്പം ആളുകൾ 1000 കോടി മുടക്കി നല്ല അഭിപ്രായം പറയണമെന്നില്ല, 1 കോടിയെ മുടക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോശം പറയണമെന്നില്ല. അപ്പം അൾട്ടിമേറ്റ്ലി സിനിമ തന്നെയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ലക്ഷക്കണക്കിന് രൂപയുടെ പെർഫ്യൂംസ് ഇല്ലേ, അതിനകത്ത് നിന്ന് കിട്ടും നല്ല ഗന്ധം കിട്ടും. നമ്മൾ 10 രൂപയുടെ ചന്ദനത്തിരി കത്തിച്ചാലും ഗന്ധം കിട്ടും. ഞങ്ങളുടെ ഒരു ചെറിയ ചന്ദനത്തിരി മണം ഉണ്ടാകും. കറക്റ്റ്, അത് വളരെ ഏറ്റവും ലളിതമായി പറഞ്ഞു. അത് കൊള്ളാല്ലേ. ഞാൻ ഇങ്ങനെ എന്തോന്ന് പറയുന്നതെന്ന് വിചാരിച്ചു. ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? ഞങ്ങൾ കൂടെ പറഞ്ഞു. അതല്ല, ഞങ്ങള് പറയാൻ തോന്നാനുള്ള കാരണം 100 കോടിയുടെ സിനിമ 1000 കോടിയുടെ സിനിമ സിനിമയുടെ ഇതിലല്ല, അതിനകത്ത് കിട്ടുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞത് അങ്ങനത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പെർഫ്യൂം മേടിച്ചാലും നല്ല മണം കിട്ടും. ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ തമ്മയിൽ ഇടുന്ന ഞങ്ങളത് ചെറിയ ചന്ദനത്തിരി അതിനകത്തൊന്നും നിങ്ങൾ ആ 100 കോടിയുടെ പ്രതീക്ഷിക്കരുത്. അതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ച പെർഫ്യൂം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ സിനിമയെ സംബന്ധിച്ച്.
ഇപ്പം എല്ലാ സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ സാന്നിധ്യം ഉള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു. സോ വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ റിപ്പോർട്ട് കണ്ടിട്ട് എന്തായിരുന്നു തോന്നിയതൊക്കെ? അല്ല, ഇതെനിക്ക് എൻ്റെ അറിവിൽ 2019 വന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നതാണ്. ഞാൻ 2019 സിനിമയിൽ വന്ന ആളാണ്. അപ്പം ഇതിന് ശേഷം ഞാനിപ്പം ഇന്നലെ ജസ്റ്റ് തംബ്നെയിൽസ് പോലെ കണ്ടതേ ഉള്ളൂ. ഇപ്പം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ വലിയൊരു സീൻ എടുത്തു തന്നെ പറയാം. ടർബോയിൽ മറ്റേ നൈറ്റ് സീൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റ്സ് നിരത്തി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഈ പ്രശ്നങ്ങൾ പലരും നേരിട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ മൊഴി കൊടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിപ്പം കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി ഈ കമ്മിറ്റി ഇതിന് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടില്ല. ഈ പരിഹാരങ്ങൾ സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനിയിപ്പം ഒരു മീറ്റിംഗ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു, എല്ലാവരും സംയുക്തമായി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതിന് പരിഹാരങ്ങൾ തീരുമാനിക്കുന്നു. ഈ പരിഹാരങ്ങൾ പ്രാക്ടിക്കലാണോ എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം 1000 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, ഇവർക്ക് ഇത്രയും ഫെസിലിറ്റി ഒരുക്കുക സെറ്റിൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണോ എന്നുള്ളൊരു ചോദ്യം വരും. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതാരാണ് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ പരിഹാരങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ പോളിസി മേക്കേഴ്സ് തയ്യാറാണോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇപ്പം തുല്യവേതനം, ഇപ്പം എനിക്ക് തോന്നുന്നില്ല വേതനത്തിൽ ആൺ പെൺ വ്യത്യാസം എന്നുള്ളതിനെക്കാട്ടിലും സീനിയോറിറ്റി ആയിരിക്കാം, ചിലപ്പം സ്റ്റാർ വാല്യൂ ആയിരിക്കാം. ഈ ആൺ പെൺ എന്നുള്ളത് മാത്രമല്ല, വേറെ നമ്പർ ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇതിനകത്ത് ഈ ആൺ പെൺ മാത്രം എന്തിന് ഹൈലൈറ്റ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് 3 പേർക്ക് കിട്ടുന്ന പ്രതിഫലം ആയിരിക്കില്ല ഒരു സൂപ്പർ സ്റ്റാറിന്. ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആണാണ്, ഞങ്ങളും ആണാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതേ പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ, പ്രശ്നങ്ങൾ ഉന്നയിച്ചു, അതിൻ്റെ റിപ്പോർട്ട് വന്നു, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ, ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇതിൻ്റെ പോളിസി മേക്കേഴ്സ് ആരാണ്? ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തംബ്നെയിൽസ് വരുന്നുണ്ട്. ഇതിനകത്ത് പല പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സെറ്റുകളിലും എനിക്ക് പരിചയമുള്ള ആളുകൾ, ഞാൻ കഴിഞ്ഞിട്ടൊക്കെ ഒരു 4-5 വർഷമായിട്ടുള്ള ഇതിനിടയിൽ കോവിഡ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സിലടക്കം ഉള്ളൊരിതാണ്. അവരത് കൂടുതൽ അവെയറാണ്, ഇപ്പം എഡ്യൂക്കേറ്റഡാണ്, അവെയറാണ്. അവർക്കൊരു പ്രശ്നം വന്നാൽ അവർ റേസ് ചെയ്യും. അവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരായിരിക്കാം ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അവരെ ഇതെങ്ങനെ ഇൻഫോംഡ് ആക്കി അവർക്കത് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് എൻ്റെ സംശയം. അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്തുള്ള മസാലകൾ അന്വേഷിക്കലും ഈ അങ്ങനെയൊക്കെയുള്ള ചില രീതിയിലേക്ക് ഈ പല ആളുകളും പല ചാനലുകളും അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യന് ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇഷ്ടമുള്ള ചില സുഖമുള്ള ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ഇതൊക്കെ അങ്ങനെ ആകരുത്. ഇത് അതിൽ ഒതുങ്ങിപ്പോകരുത്, അങ്ങനെ ഒതുങ്ങിപ്പോകരുത്. ഇത് സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയും കൂടി ഇതിനകത്ത് വേണമല്ലോ. സമൂഹവും ഇത് ആ രീതിയിൽ വളരെ ശ്രദ്ധിച്ച്, മീഡിയാസും ഒക്കെ ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. സിനിമയിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യരുത്, ഇത് എല്ലാ മേഖലകളിലും. ഇത് വളരെ എന്നുവെച്ചാൽ എനിക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും എനിക്കൊന്നും അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന സമയത്ത് ആളുകൾ ചർച്ച ചെയ്യുന്നതോ ഇതിൻ്റെ അടിയിലൊക്കെ ചില കമൻസുകളൊക്കെ നമ്മൾ ചിലപ്പം ഒരു യൂട്യൂബ് ചാനൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ല, പലരും നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റിയൊക്കെ കേട്ടോണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന്റെ മസാലകൾ സംസാരിക്കുന്നതിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഞാൻ ഒരിടത്തും അങ്ങനെ ഒരു ചർച്ച കണ്ടിട്ടില്ല. അതെ, കാസ്റ്റിംഗ് കൗച്ച് ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്താ അതിന്റെ പരിഹാരം? അല്ല, ആ ചർച്ച നടക്കണ്ടേ? ഇത് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാന്നല്ല, അതിന്റെ കൂടെ ചർച്ച നടക്കണം. അതുപോലെ തന്നെ ഈ മാഫിയ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അറിയാൻ പാടില്ല, സത്യമായിട്ട് അല്ല, ഞാൻ ന്യൂസ് കണ്ടതാണ്. അല്ല, അറിയില്ല. എന്തൊക്കെ ഒരു മാഫിയ എന്ന് പറയുമ്പം നിങ്ങളെ പോലെ തന്നെ നമ്മൾ ഞെട്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യം തന്നെ നമ്മളോട് ഇതൊക്കെ ആരെ കുറിച്ചാ പറയുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ തന്നെ ഭയങ്കര രസമായിരിക്കും. അല്ലതാണ് മുമ്പ് അണ്ണം പറഞ്ഞല്ലോ, ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു പക്ഷം പടങ്ങും, ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷം പടങ്ങും. അതിലെവിടേക്കോ ശരി കുറെ തെറ്റുകളുണ്ട്, അത് പറയാൻ ഞങ്ങൾ ഇപ്പൊ പ്രാപ്തരല്ല എന്നുള്ളതാണ്. നമുക്ക് ഞങ്ങളുടെ ശരിയാണ്, ഞങ്ങള് പരിമിതമായ അറിവിലുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഞാൻ പെടത്തില്ല. അയ്യോ ഞാനുമില്ല. നീ നിന്റെ കാര്യം പറഞ്ഞാൽ അടിയിലിട്ട് ഞാൻ പെടത്തില്ല. അപ്പൊ ചിരിച്ചു കളയാതെ അതിനെ കുറിച്ച് നല്ല ചർച്ചകളും സൊല്യൂഷൻസും ഉണ്ടാവും. അല്ല അതുണ്ടായിക്കോട്ടെ, കാരണം നമ്മുടെ ചർച്ച അങ്ങനെ ഇതായി ഞാൻ പറഞ്ഞത് എന്റെ ഒരു ആഗ്രഹം സിനിമ എന്ന് പറഞ്ഞൊരു പക്ഷത്തേക്ക് മാറാതെ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഇതായിരുന്നു. ഒരു തൊഴിൽ ഇതൊരു ആർട്ടാണെന്നും സന്തോഷം, ഈ ആർട്ട് ഏറ്റവും നന്നായിട്ട് പോകണമെന്നും ആർക്കും വേദനയില്ലാത്ത സന്തോഷകരമായി. പിന്നെ ഇതിനകത്ത് കച്ചവട താല്പര്യമുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ അത് എല്ലാം ബിസിനസ്സാണ്. കാരണം ഒരുപാട് ഫേമുണ്ട്, സാമ്പത്തികമായുള്ള ഭദ്രതയുണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ്. ഇന്നൊക്കെ വളരെ പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒരാളുടെ ജനനവും മരണവും നടക്കുന്നൊരു നല്ലതാണ്. അപ്പം ഞങ്ങളുടെ ചെറിയ വിഷയത്തെ കുറിച്ചുള്ള ചെറിയ സ്വാഭാവിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തായാലും 30-ാം തീയതി ചുരുൾ റിലീസ് ആവുകയാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളുടെ ഈ വലിയ ബാഹുബലി അല്ലേ, സിനിമ ഓഗസ്റ്റ് 30-ാം തീയതി ഇറങ്ങും. തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടാൽ ഇത് കൊണ്ട് ഇപ്പം ഒരു സിനിമ വരുന്നു, ആളുകൾ തിയേറ്ററിൽ കാണുന്നു പോകുന്നു. പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ ഒരുപാട് സിനിമകൾ വരും. ഒരുപാട് സിനിമകൾ KSFDC-യിലൂടെ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു നല്ല മാറ്റത്തിന് തുടക്കമാവട്ടെ. ഇപ്പം ഇതിനു മുമ്പ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിൽ ആളുകൾ പുതിയ ആളുകൾക്ക് നമ്മൾ പുതിയ ആക്ടേഴ്സിനെ കാണുന്നു, പുതിയ ഡയറക്ടേഴ്സ്. അപ്പൊ പുതിയ ആളുകൾ വരുമ്പോഴാണ് പുതിയ പുതിയ മാറ്റങ്ങൾ. തീർച്ചയായും 5 മിനിറ്റോടെ വെച്ച് ഒരു നടനം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെ, അത് നല്ലതാണ്. കാരണം പുതിയ കാഴ്ചകൾ ഉണ്ടാകും. ഇപ്പം സിനിമയെ സംബന്ധിച്ച് ആ ഇൻഡസ്ട്രിയും അത് വളരെ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ സിനിമകൾ റിലീസ് ആകുന്ന പോലെ ഇപ്പൊ മണിച്ചിത്രതാഴൊക്കെ അറിയില്ല, ഞങ്ങളെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടണം. അല്ലെ, പുതിയ സിനിമ പുതിയ നടിതലമാർ വന്നിട്ടുണ്ട്, പക്ഷെ ഇടയ്ക്ക് നമ്മളങ്ങനെ പഴനിയായി പോകുമ്പോ സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കണ്ട് ഞങ്ങളുടെ സിനിമ പറ്റിക്കുന്ന ഒരു സിനിമ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് സ്പേസ് വിളിക്കാനൊക്കെ പറഞ്ഞു. അതെ, സിനിമ കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഈ സിനിമയ്ക്കും അതൊരു ഗുണം ചെയ്യും, പുതിയ തലമുറയ്ക്കും അതൊരു, ഇനി വരുന്ന തലമുറയ്ക്കും അതൊരു ഗുണം ചെയ്യും. ഇതിൻ്റെ വലിയൊരു രസമാണ്. നമ്മൾ ഞങ്ങളുടെ നാടക പ്രവർത്തകരായതുകൊണ്ട് നാടകം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ റൂമിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടും നാടകം കളിച്ച്. പക്ഷെ നാടകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഗ്രീൻ റൂമിൻ്റെ പുറകിൽ കുറേ ആളുകൾ വരും. സൂപ്പറാണ് കേട്ടോ. അപ്പം കിട്ടുന്നൊരു കുളിരുണ്ടല്ലോ, ശമ്പളം കിട്ടുമ്പോൾ ആ കുളിരുണ്ടാകില്ല. ശമ്പളം കിട്ടിയോടെ നമ്മൾ നോക്കും. ആദ്യമൊക്കെ ഒന്ന് കുളിരുണ്ടായിരുന്നു, പക്ഷെ പിന്നെ എല്ലാ ദിവസവും ഇപ്പൊ ഞങ്ങളൊന്നും അഭിനയിക്കുന്നെങ്കിൽ രാഷ്ട്രീയത്തിനിടയ്ക്ക് 5 പേര് വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 10 പേര് വരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ നാടകം കളിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ, അല്ലേ? സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ കോളുകൾ ഉണ്ടാകട്ടെ, നന്നായിരിക്കുന്നു എന്ന് പറയട്ടെ. നന്നായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ. അതെ, കാരണം നമ്മൾ അങ്ങനെ ആ എഫേർട്ടുകളൊന്നും മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ലതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ നല്ല ആളുകളുടെ കൂട്ടായ്മയാണ്. അവിടെ നിന്ന് ഒരു നല്ല സിനിമ നന്നായിട്ട് ചുരുൾ നിവരട്ടെ. എന്തായാലും 30-ന് റിലീസ് ആവുകയാണ്, തിയേറ്ററിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.